അഹമ്മദാബാദിൽ നടന്ന 2020 ലോകകപ്പ് സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ദയനീയ പരാജയം. ബാർബഡോസിൽ നടന്ന കഴിഞ്ഞ 2020 ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് സ്വന്തം മണ്ണിൽ ഇന്ത്യയെ തകർത്ത പ്രോട്ടീസ് പട മധുര പ്രതികാരം വീട്ടി. കിരീടം നിലനിർത്താനിറങ്ങിയ ഇന്ത്യയെ നിഷ്പ്രഭരാക്കി പ്രോട്ടീസ് പട അഹമ്മദാബാദിൽ വിജയക്കൊടി പാറിച്ചു. സൂപ്പർ 8ലും തങ്ങളുടെ തോൽവിയെറിയാത്ത മുന്നേറ്റം തുടർന്നു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ ഇന്നിംഗ്സ് 18.5 ഓവറിൽ 111 റൺസിൽ അവസാനിച്ചു. മാർക്കോ ജാൻസന്റെയും സ്പിൻ മാന്ത്രികൻ കേശവ് മഹാരാജിന്റെയും കൃത്യതയാർന്ന ബൌളിംഗും ഡേവിഡ് തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. ജാൻസൺ 4ഉം കേശവ് 3 വിക്കറ്റുകൾ നേടി. 37 പന്തിൽ 42 റൺസ് എടുത്ത ശിവം ദുബെയും 3 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയും മാത്രമാണ് ഇന്ത്യൻ നിരയിൽ അല്പമെങ്കിലും പൊരുതി നിന്നത്. ദക്ഷിണാഫ്രിക്ക മുന്നിൽ വെച്ച 188 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടു. ഇന്നിംഗ്സ് തുറക്കും മുമ്പേ ഇഷാൻ കിഷനെയും തൊട്ടു പിന്നാലെ തിലക് വർമ്മയും ദക്ഷിണാഫ്രിക്ക മടക്കി അയച്ചു. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 0-ന് പുറത്തായ അഭിഷേക് 4 അടിച്ച് തുടങ്ങിയെങ്കിലും 15-ൽ പുറത്തായി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 22 പന്തിൽ 18 റൺസ് മാത്രമെടുത്ത കോർബിൻ ബോഷിന് വിക്കറ്റ് നൽകി. പിറകെ വാഷിംഗ്ടൺ സുന്ദർ മടങ്ങിയതോടെ 5 വിക്കറ്റുകൾ നഷ്ടമായി. ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ് എന്നിവർ കേശവ് മഹാരാജിന്റെ പന്തിൽ പുറത്താവുക കൂടി ചെയ്തതോടെ ഇന്ത്യയുടെ പരാജയം ഉറപ്പായി. സ്പോർട്സ് ഡെസ്ക്, കേരള പ്രണാമം.